ആശാൻ ഇടയ്ക്കിടയ്ക്ക് ചെറുതായി മൂളുന്നുണ്ട്. ഏതാശാനെന്നറിയോ? നമ്മുടെ ട്രംപ് ആശാൻ. അദ്ദേഹം വളരെ രസകരവും വിചിത്രവുമായ മൂളലുകളാണ് മൂളുന്നത്. ഇടയ്ക്ക് വളരെ പ്രണയാതുരമായി ഇറാനെ നോക്കും, ദേ ഇങ്ങനെ. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം ക്ഷോഭിക്കും, ഇടയ്ക്ക് അദ്ദേഹത്തിന് കലിപ്പ് വരും. ഒരു കുന്തവും നേടാതെ ഒരു യുദ്ധം അവസാനിച്ച് പിരിഞ്ഞു പോകുമ്പോഴും അങ്ങനെ അങ്ങ് പോയി. നമ്മൾ സാധാരണ പറയല്ലേ, എന്താ ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെ മെലിഞ്ഞ് വലിഞ്ഞുണങ്ങിയാണ് പോകുന്നതെങ്കിലും ആളുകളെല്ലാം കൂടി തൊഴുത്തിൽ കെട്ടുമോ എന്ന് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂളും. കഴിഞ്ഞ ദിവസം വളരെ പ്രണയാതുരമായി ഇറാനെ നോക്കി പറഞ്ഞു, ഹോർമുസ് ഞങ്ങൾ ചിലപ്പോൾ സാമ്പത്തിക ലാഭത്തിന് ഉപയോഗിച്ചെന്നിരിക്കും. അതിന് ചിലപ്പോൾ നല്ല സ്കീമുകൾ ഞങ്ങൾ ഇരുവരും കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന സ്കീം അവർക്കും പ്രയോജനകരമായിരിക്കും, അമേരിക്കയ്ക്കും പ്രയോജനകരമായിരിക്കും. എന്ന് വെച്ചാൽ വളരെ സ്വതന്ത്രമായി തുറന്നു കിടന്ന ആർക്കും പോകാവുന്ന ആ വഴിയിലൂടെ ഇനി പോകുന്നതിന് സെസ് ഏർപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നൊരു സ്കീം കൊണ്ടുവന്ന് അതിൽ പകുതി ആശാന് കൊടുത്താൽ ആശാൻ ആരോടൊപ്പം നിൽക്കും? ഇറാനോടൊപ്പം നിൽക്കും. ഇറാൻ്റെ ഉപരോധം പിൻവലിച്ചു കൊടുക്കും. ഇറാൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. അങ്ങനെ വളരെ പ്രണയാതുരമായിട്ടായിരുന്നു ഇന്നലെ നോക്കിയത്. എന്ന് ആശാൻ ഇച്ചിരി മുറുകി നോക്കിയിട്ടുണ്ട്. അത് മുറുകി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെതന്യാഹുവിന് ചില്ലറ പ്രയാസമല്ല അങ്ങ് ഇസ്രയേലിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായോ അല്ലാതെയോ യാതൊരു നേട്ടവും ഉണ്ടാക്കാതെ ഒരു നാടിനെ നശിപ്പിച്ച നാറി എന്നൊക്കെ അവിടുത്തെ ആളുകൾ നെതന്യാഹുവിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ട്രംപാശാൻ ചെറിയ മുരടനക്കി ഇറാനോട് പറയുന്നുണ്ട്, യുദ്ധമങ്ങ് അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി അങ്ങ് സുരക്ഷിതരാണ്, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. യഥാർത്ഥ എഗ്രിമെൻ്റ് ഒപ്പിടുന്നത് വരെ ഞങ്ങളുടെ പടക്കപ്പലുകളെല്ലാം അവിടെ കിടക്കും. ഞങ്ങളുടെ ആർമി പേഴ്സണയിലെല്ലാം അതിൻ്റെ ചുറ്റുപാടുകളിലുണ്ടാവും. നിങ്ങളെപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്നെന്ന് തോന്നുന്നുവോ അപ്പം ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ച് റെഡിയാക്കി കളയും. കഴിഞ്ഞ ദിവസം 8 മണിക്ക് ഒരു സംസ്കാരത്തെ തന്നെ തുടച്ചു മാറ്റിയതുപോലെ ഇനി നിങ്ങളെ അങ്ങ് തുടച്ചു മാറ്റിക്കളയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോഴും ലോകം മുഴുവൻ ഈ ബഫൂണിനെ ഓർത്ത് ചിരിക്കുകയാണ്. കാരണം പോയി വീണ് ഒരു രക്ഷയുമില്ലാതെ ചാപ്പാടും വാങ്ങി എവിടെങ്കിലും വന്നിരുന്നിട്ട് ഈ ഒച്ചയും ബഹളവും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഏതൊക്കെയോ ചാനലുകൾ അയാളുടെ വ്യത്യസ്തമായ വികാരപ്രകടനങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും മുഖഭാവങ്ങളും ഒക്കെ വെച്ച് ഭയങ്കരമായ സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തിയ ക്ലിപ്പുകളൊക്കെ കാണാനിടയായി. രൗദ്രഭാവത്തിൽ, ബഫൂൺ തരം, തെറിവിളി. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ലോക രാജ്യത്തിൻ്റെ തലവന്മാർ? ഇനി അതെല്ലാം പോട്ടെ, ഒരു വലിയ രാജ്യത്തിൻ്റെ തലവൻ, ഇവിടെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഡാഷ്മോനെ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും വലിയ വാർത്തയൊക്കെ ഉണ്ടാക്കി ഭയങ്കര പ്രശ്നമായി. ഇത് അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുന്ന, ഒരിക്കലും ഉപയോഗിച്ചു കൂടാത്ത തരത്തിലുള്ള നിലവാരമില്ലാത്ത, യാതൊരു സംസ്കാരവുമില്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചു വരെ ഈ പറയുന്ന ആൾ ഇങ്ങനെ സംഭാഷണം നടത്തി നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ മുരടനക്കലൊക്കെ നടക്കുന്നത്. പക്ഷേ ഇറാൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും അനക്കമുണ്ടായാൽ ഞങ്ങളിതിൽ നിന്നും പിൻവാങ്ങും, ഞങ്ങൾ അടി തുടങ്ങും എന്ന് ഇറാൻ പറയുന്നൊരു പറച്ചിലുണ്ടല്ലോ. നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ളതല്ല, അതിലുണ്ട് ആ എഗ്രിമെൻറ്റും നെഗോസിയേഷനും ആരുടെ താല്പര്യപ്രകാരം നടന്നതാണെന്നും ആരാണതിൽ ഗെയിൻ ചെയ്തതെന്നും ആരാണതിൽ വിസിബിളി ഗെയിൻ ചെയ്ത കക്ഷിയെന്നും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്. ഏതായാലും ഈ പറഞ്ഞ യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലെത്തി. നമ്മളീ പറഞ്ഞതുപോലെ ഊരിക്കൊണ്ട് ഓടിയെങ്കിലും തിരിഞ്ഞു നിന്ന് എന്നൊക്കെ ആക്കുന്നുണ്ട്. വീണ്ടും അങ്ങോട്ട് ചെല്ലുമ്പം ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കും.